തണ്ണിമത്തം വെച്ചിട്ടുള്ളൊരു ജ്യൂസാണ്. കാരണം ഇപ്പോൾ വേനൽക്കാലമൊക്കെ ആണല്ലോ, അപ്പോൾ നമുക്കൊരു നല്ലൊരു ജ്യൂസ് ഉണ്ടാക്കാം. വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ്. ഐ ആം ഷെഫ് ജോഷി വർഗീസ്. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് തണ്ണിമത്തം വെച്ചിട്ടുള്ളൊരു ജ്യൂസാണ്. കാരണം ഇപ്പോൾ വേനൽക്കാലമൊക്കെ ആണല്ലോ, അപ്പോൾ നമുക്കൊരു നല്ലൊരു ജ്യൂസ് ഉണ്ടാക്കാം. ഇതിൻ്റെ പേരാണ് മിൻറ്റ് മെലൺ കൂളർ. അതായത് തണ്ണിമത്തനും നാരങ്ങയും മിൻറ്റും ചേർത്തിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രോസസ്സിലേക്ക് കിടക്കാം. അപ്പോൾ 2 കപ്പ് വാട്ടർമെലൺ ക്യൂബായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. മുറിച്ച് ഞാൻ റെഫ്രിജറേറ്ററിൽ വെച്ചിടും. തണുത്താണെങ്കിൽ ഇത്രയും നല്ലതാണ്. അപ്പോൾ ഇത്ര ഐസ് കുറച്ചിട്ടാൽ മതി. 2 കപ്പുണ്ട്. ഇത് നമുക്ക് പോലെ ക്യൂബായിട്ടോ എങ്ങനെയാണെങ്കിലും സീഡ് മാക്സിമം ഒഴിവാക്കിയിട്ടുണ്ട്. കുറച്ചൊക്കെ ഇരുന്നത് കുഴപ്പമില്ല. ഇതിൻ്റെ തന്നെ പല കളറിൽ വരുന്നുണ്ട്. ഇപ്പോൾ കിരൺ വരുന്നുണ്ട്. ഇത് പച്ചനാണ് കിരൺ എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ സാധാരണ ലോക്കലായിട്ടുള്ളത് അതും നല്ലതാണ്. പിന്നെ ഇപ്പോൾ മഞ്ഞ കളറിൽ വരുന്നുണ്ട്. അതും നമുക്ക് ഉപയോഗിക്കാം. ഇത് നല്ലൊരു ഡ്രിങ്കാണ്, പ്രത്യേകിച്ച് വേനൽക്കാലത്ത്. ഓക്കെ, മിൻറ്റ് കുറച്ച് ലീവ്സ് ആയിട്ട് ഇങ്ങനെ ഇടാം. ഒന്നിൽ റഫലി ചോപ്പ് ചെയ്തിടാം. വേണമെങ്കിൽ ഇതിൻ്റെ തണ്ട് വേണ്ട. വേണ്ട, മിൻറ്റ് കുറച്ച് അത് മിൻറ്റ് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ചോപ്പ് ചെയ്ത് വേണമെങ്കിലും ഇടാം. അപ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ച് ബ്ലെൻഡ് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. മിൻറ്റ് ഡൈജഷന് നല്ലതാണ്. അതാണ് പ്രത്യേകിച്ച് മിൻറ്റ്. ഏത് ഡ്രിങ്ക്സിൻ്റെ കൂടെ മിൻറ്റ് നല്ലൊരു കോമ്പിനേഷനാണ്. ലെമൺ എടുത്തിട്ടുണ്ട്. നമുക്കിങ്ങനെ കട്ട് ചെയ്യാം, അല്ലെങ്കിൽ ലെമൺ സ്ക്യൂസർ ഉണ്ടെങ്കിൽ അത് വെച്ച് മുറിക്കാം. ഞാനിപ്പോൾ ഇങ്ങനെ മുറിച്ചെടുക്കുന്നു. അല്ലെങ്കിൽ 2ആയിട്ട് മുറിച്ചിട്ട് നമുക്ക് ഒരു വീഴാത്ത രീതിയിലും എടുക്കാം. ഓക്കെ, ഇത് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ലെമൺ നമ്മുടെ ഒരു ലാർജ് ലെമൺ ഉണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ 2 കപ്പ് ഈ വാട്ടർമെലണിന് വേണ്ടി വരും. പിന്നെ വേണമെങ്കിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം നമ്മുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട്. ജ്യൂസ് പിന്നെ ലാസ്റ്റ് മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒന്നുകൂടി ചെക്ക് ചെയ്യാം. 2 കപ്പ് ആണ് എടുത്തിരിക്കുന്നത്. 2 കപ്പ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്തേക്ക് ആണ് 2 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്, ഒരു 3-4 സ്പ്രിഗ്, അതായത് 3-4 തണ്ട് മിൻറ്റ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇത് നോക്കി. ഇത് 3 കൂടി നമ്മൾ ബ്ലെൻഡ് ചെയ്ത മിൻറ്റ്, ലെമൺ ആൻഡ് വാട്ടർമെലൺ 2 കപ്പ്, മിൻറ്റ് 3-4 സ്പ്രിഗ്, അതായത് കുറച്ച് അതിൻ്റെ ഇലകൾ, പിന്നെ ഒരു ലാർജ് ലെമൺ അത് നമുക്കൊരു 30 ml ഉണ്ട്. 2 ടേബിൾ സ്പൂൺ ഉണ്ട്. ഇത് 3 കൂടി ചേർത്തിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്യാം. ഈ ഒരു സമയത്ത് വേണമെങ്കിൽ ഐസ് ഇട്ട് ബ്ലെൻഡ് ചെയ്യാം. ഐസ് നമുക്ക് പിന്നീട് ഇടാം. അപ്പോൾ ഇതിനെ ബ്ലെൻഡ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. എന്താ മിൻറ്റും എല്ലാം കൂടി ബ്ലെൻഡായി നല്ലോണം. ഇതിനെ നമുക്ക് അരിച്ചെടുക്കാം. ഓക്കെ, നമ്മളിവിടെ ഷുഗർ സിറപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. 1:1 ആണ്. 1 കപ്പ് ഷുഗർ. ഓക്കെ, 1 കപ്പ് ഷുഗറിൽ 1 കപ്പ് വാട്ടർ ഒഴിച്ച് ഒരു ഹാഫ് ലെമൺ ഒഴിച്ച് അടുപ്പത്ത് വെച്ച് തിളപ്പിച്ചെടുത്തു. ഓക്കെ, അതിനെ സിമ്മറിൽ ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്ത് എടുത്താണ് ഇത്. ഈ സിറപ്പ് നമുക്ക് എല്ലാ ഡ്രിങ്ക്സിനും ഉപയോഗിക്കാം. ഓക്കെ, നമ്മുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് ഇടാം. മധുരം കൂട്ടിയും കുറച്ച് ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് നമുക്ക് ഇടാം. നമുക്ക് ഷുഗറിനെ ഒഴിവാക്കിയിട്ട് ഹണി കൊടുക്കാം കേട്ടോ. നമുക്ക് ഇത്രയും ക്വാണ്ടിറ്റിക്ക് ഒരു 3 അല്ലെങ്കിൽ 3 to 4 ടേബിൾ സ്പൂൺ മതിയാവും സിറപ്പ്. ഇപ്പോൾ ഞാനിത് ഒഴിച്ചത്, അതായത് 3 അല്ലെങ്കിൽ 4 ടേബിൾ സ്പൂൺ സിറപ്പ് മതി. സോ വളരെ എളുപ്പത്തിൽ നമ്മുടെ ഈ പാനീയം റെഡിയായി. മിൻറ്റ് മെലൺ കൂളർ. ഇത് എല്ലാവരും നിങ്ങൾ ട്രൈ ചെയ്യുക. ഈ ചൂടുകാലത്ത് വളരെ വളരെ ഉത്തമമാണ്. വളരെ കുക്കായിട്ട് നമ്മൾ വാട്ടർമെലൺ ഇത് ഒരു 2 കപ്പ് വാട്ടർമെലൺ എടുത്തു. അതിനെ ബ്ലെൻഡ് ചെയ്തു. അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഷുഗർ സിറപ്പ്,
അതുപോലെ ലെമൺ ജ്യൂസ്, മിൻറ്റ് ഇതെല്ലാം ഇട്ട് ബ്ലെൻഡ് ചെയ്ത് ആവശ്യത്തിന് ആവശ്യം ഇട്ട് സേവിക്കുക. ഇതാണ് വളരെ ക്വിക്കായിട്ട് ഉണ്ടാക്കാൻ പറ്റും, ആക്കുമ്പോൾ ഉണ്ടാക്കാൻ പറ്റും. ഇനി നമുക്ക് ബ്ലെൻഡർ ഇല്ലെങ്കിൽ നമുക്ക് കൈ വെച്ച് ഇങ്ങനെ ഉടച്ച് എടുക്കാം, എന്നിട്ട് സ്ട്രെയിൻ ചെയ്തെടുക്കാം, അങ്ങനെയും ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാം ട്രൈ ചെയ്യുക. ഐസ് നമുക്ക് ആവശ്യത്തിന് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അതുപോലെ സിറപ്പും ഷുഗർ സിറപ്പ് വേണ്ടാത്തവർക്ക് നമുക്ക് ഹണി ഇടാം. ഇല്ലെങ്കിൽ ഇപ്പോൾ ഡയബറ്റിക് പേഷ്യൻ്റൊക്കെ ആണെങ്കിൽ നമുക്ക് ഒഴിവാക്കാം, ഷുഗർ സിറപ്പ് ഒഴിവാക്കാം. ബോൺ അപ്പിറ്റ്, ഷെഫ് ജോഷി സൈനിങ് ഓഫ്. താങ്ക് യു.